2 days later. Hello guys. ഇത് കേൾക്കുമ്പോഴേ ആൾക്കാർ സ്ക്രോൾ ചെയ്ത് കളയും. അതിനാണ് ഈ ലുക്കിന് വായു പോയത് കൂടി. ഞങ്ങൾ അനുവിന്റെ റിസപ്ഷനെ അനു അവിടെ ബിസിയാണ്. അപ്പം ഞങ്ങൾക്കിപ്പം ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കാണിച്ചു തരുന്നത് കമ്മിങ് സൂൺ. വ്ളോഗ് ഒക്കെ എടുത്തു തരാം. ഇതാണ് കല്യാണ പെണ്ണിനെ കണ്ടില്ലല്ലോ. ഇതാണ് കല്യാണ പെണ്ണ. നോക്കൂ, കല്യാണ തിരക്കായിട്ട് അനു അവിടെ നിൽക്കുവാണ്. ഫ്രണ്ട്സ്, അനുവിന്റെ ബോയ്സ് സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ ബാഗ് എടുത്തിട്ട് വന്നാലോ? ബാഗ് എന്തിനാ ഇവിടെ നിന്ന് നിന്റെ ബാഗ് എടുക്കാനല്ലേ എടുക്കുന്നു? എടുത്തിട്ട് വരാം. എടുത്തിട്ട് പോവാ. എല്ലാം വീടല്ലേ ആവശ്യം വരെ ഇതൊക്കെ ഇടണം. നല്ല ചിരിക്കാനിടുന്നുണ്ട്. എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങും, നിങ്ങൾ ഫോളോ ചെയ്യണം. ഇവിടത്തെ പരിപാടിയൊക്കെ കഴിയാനായി. സമയത്രേ? ഇപ്പോൾ സമയം 9:50. ഇനി നമ്മൾ പ്രിൻസ് കൺവെൻഷൻ സെന്ററിലേക്ക് ഞങ്ങള് കല്യാണം നടക്കുന്ന കൺവെൻഷൻ സെന്ററിന്റെ അടുത്ത് തന്നെ റൂം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ ഞങ്ങള് സ്റ്റേ ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞ് നേരെ അവിടെ പോകുന്നു, ഫ്രഷ് ആവുന്നു, കിടന്നുറങ്ങുന്നു. പിന്നെ നാളെ ഇവിടെ അനുവിന്റെ റിസപ്ഷന് വന്നാലും അതൊന്നിപ്പാണ് എല്ലാവരും കാണുന്നത്. കുറേ നാൾശേഷം ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടി. ഇപ്പം ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടൽ റൂമിലേക്ക് പോയിട്ട് പിന്നെ അവിടെയാണ് ബാക്കി കിടന്നുറങ്ങി. ചെല്ലുമ്പോൾ ജസ്റ്റ് കിടന്നുറങ്ങുന്നു, നാളെ പോകും. നമ്മളിപ്പോൾ പ്രിൻസ് കൺവെൻഷൻ സെന്ററിൽ എത്തിയിരിക്കുന്നു. ഇവിടെയാണ് കല്യാണം നടക്കുന്ന സ്ഥലം. നമ്മളിവിടെ എത്തി. അനു വിളിക്കുന്നു, കോൾ എടുക്ക്. ഇതാണ് നമ്മളുടെ ഹോട്ടൽ. അനുവൊക്കെ വരുന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യും അനുവൊക്കെ വരാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള ലൈറ്റ്. ശില്പയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലതേ. ആണ് ഞങ്ങളുടെ റൂം. ഇവിടെ നടക്കുന്നത് ഇനി റിലാക്സ് ചെയ്യുക, അത് മാത്രം ചെയ്യാനുള്ളൂ. ആളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും അനു മാത്രമില്ല, അനു അപ്പുറത്താണ്. അനു ഔട്ട്ഫിറ്റ് ട്രയലാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരത്തേക്ക് അവളെ വെറുതെ വിട്ടിരിക്കുന്നു. ഞങ്ങൾ വരുമ്പോൾ നമ്മൾ 4 പേര് ഒരുമിച്ച ഔട്ട്ഫിറ്റ് ചെക്ക്. ഇപ്പൊ ചുളുങ്ങി ആകെ ഒരു കോലമായി. പക്ഷെ ശില്പ വരും, ഔട്ട്ഫിറ്റ് ചെക്ക്. മാറി നിക്ക അമൃതേ. നീ ഫ്രണ്ടിലോട്ട് വാ. ഇതെന്താ ചുരിദാർ? നോക്കൂ, താഴെ ഇങ്ങനെ. ആഹാ, ശില്പന്റെ താഴെ ഇങ്ങനെ.
2 hours later. കന്തസ്വാമി അതാണ് പനമ്പള്ളി. പനമ്പള്ളി എറണാകുളത്ത് തന്നെ. ഞാൻ സാരി ഫോൺ ഇതാണ് ഇപ്പൊ കൊടുക്കണ്ടേ, മറ്റേ അവര് കൊണ്ടുവരണം. ബ്ലൗസ് ഇല്ലേ ഫേക്ക് ട്രെയിനിങ് ആണല്ലോ, ഫിറ്റല്ലേ? കറക്റ്റ് ഫിറ്റ് ആണ്. ഇല്ലല്ലോ ഉണ്ടല്ലോ, ഞാൻ ഇട്ടോട്ടെ എന്നാ ഇപ്പൊ. ഈ ബ്ലൗസ് എന്താ വെച്ചാൽ ആദ്യം ഒരു സൈഡ് ഓപ്പൺ ചെയ്ത് തന്നു, അത് കഴിഞ്ഞിട്ട് ഊരാനൊക്കെ പാടുമ്പോ മേക്കപ്പ് പോകും. രണ്ടാമത് സാരി കൊടുക്കണം. പേരെന്താ? അനശ്വര. ഇതിന്റെ അത് വേണ്ട, ഒറ്റയിലേക്ക് പോയി വൈറ്റ് വാമുട്ട് കഴിഞ്ഞാൽ കൂടുതലായി ഇതല്ല, ഇത് ബ്ലൂ വൈറ്റ് ലൈറ്റ് കിട്ടി. സമയം 5 മണി. 5 മണിക്ക് ഞങ്ങൾ അനുവിന്റെ ഓഡിറ്റോറിയത്തിൽ പണി സ്റ്റാർട്ടായോ നോക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ഭയങ്കര ഇരുട്ടാണല്ലോ, വീഴുവാ. എനിക്കാണെ കണ്ണും കാണാൻ വയ്യ. മഴയുണ്ടാടി? തന്നെ വീഴില്ലേ. അല്ല, അനി കുറച്ച് പുറത്തൂടെ ഇറങ്ങി പുറത്തൂടെ ഇറങ്ങി പോണോന്നടി. ഇതൊന്നും അല്ല, ഇത് വേറെ ആരുടെ വീടാ. ഇതല്ല, ഇതാണോ? ആ, അവിടെ നിന്ന് നോക്കുമ്പോളേ എന്റെ മനസ്സിലാ ഈ മതിലിന്റെ ഇപ്പുറത്ത്. ഇപ്പൊ കറക്റ്റാ, ഫസ്റ്റ് ഫ്ലോറാന്ന് പറഞ്ഞു. ഇതാണ് വെഡിങ് മെന്യു. ഇതാണ് ഫസ്റ്റ് ലുക്ക്. നമ്മളാണ് ഫസ്റ്റ് ലുക്ക് കാണിച്ചു തരുന്ന ആൾക്കാർ. നമുക്ക് അടിയാവോടെ ഇവിടെ. ഒരാള് കിടന്ന് ഉറങ്ങുന്നു. ഓക്കെ, നിങ്ങളിവിടെ വന്നപ്പോ അവർക്ക് നാണമായി. മെയിൻ സാധനം കാണിച്ചു തരാം. ഇതെന്താ? ഓ, ഇത് ഓക്കെ. അനശ്വര ആൻഡ് അദ്വൈത്. പണിയൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടായിട്ടേ അല്ലേ ശില്പ? ജസ്റ്റ് സ്റ്റാർട്ടായി. ഞങ്ങള് ചെക്ക് ചെയ്യാൻ വേണ്ടി അതെ വ്ളോഗ് കണ്ടോണ്ടിരിക്കുവോ, അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അവസാനം വരെ കാണണം. സംഭവം ബഹുലമായ എന്തൊക്കെയോ വെയിറ്റിംഗ് ആണ്. ഞങ്ങളെല്ലാരും ആകെ ഉറങ്ങിയേക്കുന്നത് വെറും 1.5 to maximum 2 hours.
അത്ര ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ. അതെ, തലയൊക്കെ എന്തോ പോലെയാവോ, എല്ലായിടത്തും കറങ്ങി അടിച്ച് വീഴാണ്ടിരുന്ന മതി. ഞങ്ങൾ എണീറ്റപ്പം 4 മണിക്ക് എണീറ്റു. ഇപ്പം സമയം 5 മണി. അതുകൊണ്ട് ഇരുട്ട്, ലൈറ്റ് ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, ഇനി ബാക്കി ഒരുങ്ങാൻ തുടങ്ങുമ്പോൾ ഈ ലൈറ്റ് നോക്കുമ്പോ മഞ്ഞ ലൈറ്റ് ആയിട്ടാ കേട്ടോ ഇത്. ഓറഞ്ച് പോലെ സാരി തോന്നുന്നു. ഓറഞ്ച് വാം ലൈറ്റ് ആയിട്ടാ ഞാനും ആലോചിച്ചത്. ഇല്ല, ഇപ്പോഴും ഇവിടെ നിന്നുള്ളതുകൊണ്ട് പുറത്തിറങ്ങുമ്പോ റെഡിയാ. ഇതാണ് കളർ തിയറി, മനസ്സിലായ? പാവം ശില്പമുള്ളതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇത്രയില് സാരിയായി. എടീ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ നിക്കാൻ നേരിച്ചു. ഇതിപ്പോ നമ്മുടെ കോമൺ ആണ് ഈ സംഭവം. നീ വെച്ചോ ഇതിപ്പോ ചോദ്യം പറഞ്ഞ വെറൈറ്റി ആയിട്ട് കെട്ടി കെട്ടി പോകാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. കല്യാണം തുടങ്ങാൻ ഇനി ജസ്റ്റ് 40 മിനിറ്റ്സ് മാത്രം. 9:20 ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി ഫുഡ് കഴിക്കാൻ താഴേക്ക് പോവാണ്. ഫോട്ടോ നോക്കാം. ഇത് അവന്റെ സൈഡല്ല ആൾക്കാരാണ്. ഇന്നലെ കാണാൻ പറ്റും. ഫ്രണ്ടിൽ പോയി നിൽക്കാം. അനുവിന്റെ കല്യാണം കഴിഞ്ഞു. നമ്മുടെ കുട്ടത്തിൽ നിന്ന് ഒരാളുടെ ഫസ്റ്റ് കല്യാണം അടിപൊളിയായിരുന്നു. ഇപ്പൊ ഭയങ്കര മഴയാ, ഫുൾ മഴ. നോക്കൂ, നോക്കെല്ലാരും നോക്ക്. ഇത് ശരിക്കും ഇറങ്ങിപ്പോയി. ഇതിവിടെ ഇവിടെ Two payasams later. ട്രിപ്പ് കഴിഞ്ഞു, വേഗം കഴിഞ്ഞല്ല. കല്യാണം ബൈ 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 പറ.
ബൈ ബൈ.